ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമസ്കാരം. വെൽക്കം ടു വിനീസ് കിച്ചൻ. ഞാൻ വീട്ടിൽ തിരുവാതിര, ധനുമാസത്തിലെ തിരുവാതിര കഴിഞ്ഞുവല്ലോ. അപ്പോൾ വീട്ടിൽ തിരുവാതിരയ്ക്ക് എന്താ ചെയ്തത് എന്നുള്ളതാണ് ഞാൻ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള തിരുവാതിരയുടെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ എന്താ ചെയ്തത് അന്നത്തെ ദിവസം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം വിളക്കൊക്കെ കത്തിച്ചു, ശിവന് വിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പഴവും അതേമാതിരി മറ്റേ കരിക്കും കൂടിയിട്ട് കുടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ഓർഡർ ഉണ്ടായിരുന്നു തിരുവാതിരയ്ക്ക്. പുഴുക്ക്, ഗോതമ്പ് കഞ്ഞി, 2 തരത്തിലുള്ള കൂവ പായസമൊക്കെ ആയിരുന്നു. അപ്പോൾ പുഴുക്കിന് ഞാൻ എന്തൊക്കെ എടുത്തിരിക്കണം നോക്കുകയാണെങ്കിൽ ചേന, മത്തൻ, അതേമാതിരി കായ, പിന്നെ ഞാൻ ചേമ്പ്, അതേമാതിരി തന്നെ മധുരക്കിഴങ്ങ്, ഇതെല്ലാമാണ് എടുത്തിരിക്കുന്നത്. കൂർക്ക, കപ്പ പൊതുവെ അമ്മ ഇടാറില്ല, അതുകൊണ്ട് ഞാനും ഇട്ടില്ല കേട്ടുള്ളൂ. ഇതെല്ലാം ചെറുതായിട്ടുള്ള രീതിയിൽ മുറിച്ച് വെച്ചു. ഞാനൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, എന്നാൽ കൂടിയിട്ട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി കാണിക്കണു എന്ന് മാത്രം. ഇതെല്ലാം ഒരു പാത്രത്തിലിടുക. എനിക്ക് ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ ഓർഡർ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വലിയ പാത്രത്തിലാണ് പുഴുക്കും ബാക്കിയുള്ളതൊക്കെ വെക്കാൻ ഉണ്ടായിരുന്നത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ചെറുപയർ വേവിക്കുക, അതും കൂടി നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അതിനെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന പുഴുക്ക് ഇങ്ങനെയാണ്. ആൻഡ് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെയും ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാതെ മുതിര, അതേമാതിരി തന്നെ നമുക്ക് മറ്റേ വൻപയർ അതുകൊണ്ടൊക്കെ ചെയ്യാട്ടുള്ളൂ, ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടിലിങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലെ ചെയ്തത്. ആൻഡ് എല്ലാവർക്കും, കസ്റ്റമേഴ്സിനാണെങ്കിലും ക്ലയൻസിനാണെങ്കിലും എല്ലാവരും ഇതുപോലെ പാലക്കാടൻ രീതിയിൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഓർഡേഴ്സ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ തിരുവാതിരയായിട്ട് ആദ്യം ഇക്കൊല്ലമാണ് തിരുവാതിരയ്ക്ക് വലിയ ഓർഡേഴ്സ് ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ പൊതുവേ ഞാൻ തിരുവാതിരയ്ക്ക് ഇങ്ങനെ പ്രസാദങ്ങളൊന്നും ഞാനിങ്ങനെ എന്താ പറയുക ഓർഡറായിട്ടുള്ള രീതിയിൽ പോകും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ആൾക്കാരെല്ലാവരും ചോദിക്കാൻ തുടങ്ങി, വിനി തിരുവാതിരയുടെ ഓർഡർ എന്തായാലും എടുക്കണം എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇത് നന്നായി കുഴയ്ക്കുന്നു. നന്നായി കുഴച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെറുപയറിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് അത് ഇടുന്നു, കരിവേപ്പില, തേങ്ങ ഇടുന്നു, വെളിച്ചെണ്ണ ഒഴിക്കുന്നു, അതോടുകൂടിയിട്ട് നമ്മുടെ പുഴുക്ക് റെഡി. ഇത്രയും സിമ്പിളായിട്ടാണ് പുഴുക്ക് ഉണ്ടാക്കാറുള്ളത് വീട്ടിൽ. ആൻഡ് ഇത് മുളകോർത്ത പുളിയുടെ കൂടെയൊക്കെ നെക്സ്റ്റ് ഡേ സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. പിന്നുള്ളത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂവപ്പായസമാണ്. കൂവപ്പായസം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ എനിക്ക് 2 വിധത്തിലാണ് കൂവപ്പായസം ഞാൻ ഉണ്ടാക്കിയത്. ഒന്ന് പഞ്ചസാരയിൽ, ഒന്ന് ശർക്കരയിൽ. അമ്മ തന്നിട്ടുള്ള കൂവപ്പൊടി ഇത്രയും ആൾക്കാർക്ക് ക്വാണ്ടിറ്റി എനിക്ക് മതിയാവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കൂവപ്പൊടി വാങ്ങിക്കുകയാണ് ചെയ്തത്. ഫിറ എന്ന് പറഞ്ഞ ബ്രാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഓർഗാനിക് ആയിട്ടുണ്ട്, അധികം പൊടിയും ഇതൊന്നുമില്ല, കല്ലും മണ്ണും ഒന്നുമില്ല. നന്നായിട്ട് അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് നന്നായി കലക്കി അരിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ശർക്കര മറ്റേ ഉരുക്കി വെച്ചിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ആറിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വലിയ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ടാണ് ഇളക്കുക. ബിക്കോസ് കട്ട കുത്താതെ നല്ല ഗ്ലാസ് പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഇളക്കണം കിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നന്നായി തിളച്ച് അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോ റൂട്ട് പൗഡർ നല്ലോണം തിളങ്ങാൻ തുടങ്ങും. ഇപ്പോൾ വിസ്ക് വെച്ച് ഇളക്കിയത് കൊണ്ടാണ് ഇത്രയും നല്ല ലംസ് ഇല്ലാതെ നമുക്ക് കട്ടക്കുത്താതെ കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് നല്ലോണം തേങ്ങ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശർക്കരയിലുള്ള കൂവപ്പായസം റെഡിയാവും. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ആൻഡ് ഒരുപാട് കമൻസാണ് എനിക്ക് ക്ലയൻസിൻ്റെ അടുത്തുനിന്ന് വന്നത്. വിനി തിരുവാതിര ഇതുപോലെ എൻജോയ് ചെയ്തിട്ടില്ല ഞങ്ങൾ പ്രസാദം. എന്താ വെച്ചാൽ അത്രയും നല്ല രീതിയിലായിരുന്നു നമുക്ക് വാങ്ങിക്കാൻ പറ്റിയത് നിങ്ങളുടെ അടുത്തുനിന്ന്. അത് മാത്രമല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, നല്ല ക്വാളിറ്റി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. വിനീസ് കിച്ചണിൽ ഒരിക്കലും ക്വാളിറ്റി കോംപ്രമൈസ് ഉണ്ടാവില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ അതെൻ്റെ ഒരു പോളിസിയാണ്. ഒരിക്കലും ഞാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ഞാൻ ചെയ്യാറില്ല. എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അത് എത്ര ലാർജ് സ്കെയിലാണെങ്കിലും മെനക്കെട്ട് ഞാൻ ക്വാളിറ്റിയിൽ ഞാനത് വളരെ മേക്ക് ഷുവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഗ്ലാസ് പോലെ തിളങ്ങുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ കൂവപ്പായസം ഉണ്ടാവുക. ഇതിലേക്ക് കുറച്ച് ഏലക്കയും കൂടി, ചില ആൾക്കാർ ചുക്കിടും, പക്ഷേ എനിക്ക് ചുക്കിട്ട ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഏലക്കപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അതോട് കൂടിയിട്ടുണ്ടല്ലോ
ഉണ്ടല്ലോ നല്ല രുചിയാണ്. ഇതേപോലെ തന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഇടുന്നതാണ് വൈറ്റ് കളറായിട്ടുണ്ടാവുക. അത് അന്നത്തെ ദിവസം രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാങ്ങിക്കുന്ന ആൾക്കാർക്കൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അങ്ങനെ അതും കൂടിയിട്ട് റെഡിയായിരിക്കുകയാണ്. സൂപ്പറായിട്ടുള്ള കൂവപ്പായസവും കൂടി റെഡിയായി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചതെല്ലാം ഞാനിനി പാക്കിംഗ് തുടങ്ങണമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഭഗവാന്റെ മുമ്പിൽ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പ്രസാദം വെച്ചതിന് ശേഷം മാത്രമേ പാക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ നമ്മുടെ കുറച്ചൊന്ന് ആറിയിട്ടുണ്ട്. നമ്മുടെ പുഴുക്ക് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 2 ദിവസം അതിന് ശേഷം വെച്ച് കഴിച്ചു. ബിക്കോസ് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതാ നമ്മുടെ പഞ്ചസാരയുടെ കൂവ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഗോതമ്പ് കഞ്ഞി. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെളുന്നുള്ള ഗോതമ്പാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ലത് അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മുടെ കൂവപ്പായസം കൂടി, മറ്റേ ശർക്കരയിലുള്ള കൂവപ്പായസം കൂടി റെഡി. ഇനി ഭഗവാനുള്ളത് വിളമ്പാനുള്ള സമയമായി കഴിഞ്ഞു. അപ്പോൾ ഞാനിത് എപ്പോഴും വിളമ്പുന്നതിന് മുമ്പ്, ഓക്കെ, അതായത് ഭഗവാന് പ്ലേറ്റിൽ വിളമ്പുന്നതിന് മുമ്പ് ആ വിളമ്പുന്ന സ്ഥലത്ത് തന്നെ ഞാൻ വിളക്ക് കത്തിക്കാറുണ്ട്. എന്നിട്ടാണ് ഞാൻ വിളമ്പാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വിളമ്പുന്ന സ്ഥലത്ത് ആ പ്ലേറ്റിൻ്റെ അവിടെ തന്നെ ഞാൻ ആദ്യം വിളക്ക് കത്തിച്ചു. എന്നതിന് ശേഷം എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അവിടുന്ന് എന്താണ് പറയുക, ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥിക്കും. ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാ ആദ്യത്തേത് നമ്മുടെ പഞ്ചസാരയുടെ കൂവ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുഴുക്ക് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ശർക്കരയുടെ എന്താണ് പറയുക കൂവ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളുടെ ഗോതമ്പ് പായസം ധാരാളം മതി. പിന്നെ 2 കരിക്ക് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ക്ഷീണം തോന്നിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാം എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഭഗവാന് വിളമ്പി. നമുക്ക് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മനുവിനെ കൊണ്ടുപോയിട്ട് ഫ്ലൈറ്റ് കയറ്റി വിടുകയും വേണമായിരുന്നു. അന്നത്തെ ദിവസമാണ് അവൻ പോയത്. അവൻ സുഖമായിട്ട് എത്തിച്ചേർന്നു. എല്ലാം ഓക്കെയാണ്. ഇനി എക്സാം കഴിഞ്ഞിട്ട് അവൻ ഫെബ്രുവരിയിൽ വീണ്ടും വരും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ തിരുവാതിര ദിവസവും തിരുവാതിരയ്ക്കുള്ള ഓർഡേഴ്സും തിരുവാതിരയ്ക്കുള്ള പാക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മനുവിനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യലായിരുന്നു. ഭയങ്കര ഇമോഷണലായിരുന്നു. ഞാൻ അതൊന്നും എടുത്തില്ല. ബിക്കോസ് എന്താ കാര്യം വെച്ചാൽ ഞാൻ ഭയങ്കര വല്ലാത്തൊരു ഫീലിങ്ങിലായിരുന്നു. സോ എല്ലാം ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു വ്ളോഗ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെയൊക്കെ തിരുവാതിര എല്ലാം ഭംഗിയായി കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും വിനീസ് കിച്ചണിൽ പുതിയ വീഡിയോയും പുതിയ വ്ളോഗുമായി കാണാം. നമുക്ക് എക്സ്പീരിയൻസും എന്തൊക്കെ നടന്നു എന്നുള്ളതും എല്ലാം തന്നെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ എല്ലാവർക്കും.